ഹലോ, എന്റെ പേര് അഞ്ജു. എന്റെ വീട് എറണാകുളം ഡിസ്ട്രിക്ട് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ അമ്മയും കുഞ്ഞിനെ പറ്റി അറിയുന്നത് എന്റെ അമ്മയുടെ ഫ്രണ്ട് ത്രൂ ആണ്. അങ്ങനെ നമ്മൾ വിളിക്കുന്നു. അപ്പൊ എന്നെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് അഞ്ജു ഡോക്ടറാണ്. ഡോക്ടർ എന്റെ ത്രൂ ഔട്ട് ഡെലിവറി പ്രോസസ്സിനെ പറ്റിയും എന്റെ അപ്പോഴുള്ള സിറ്റുവേഷനെ പറ്റിയും കൺസേൺസിനെ പറ്റിയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് തരുന്നുണ്ട്, അത് ലോങ് ടൈമിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് അവരത് പറഞ്ഞിരുന്നത്. വിച്ച് ഐ ഫെൽറ്റ് ഇസ് റിയലി ഗുഡ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാഫ് വരുന്നത്. സ്റ്റാഫിന്റെ പേര് ഷൈജ എന്നാണ്. ചേച്ചി വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ആയിരുന്നു. അതിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേർഡ്സ് ഇല്ല. കാരണം ചേച്ചി വരുന്ന ടൈമിൽ എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിലും ബേബിയുടെ ലാച്ചിങ്ങിനും ഒക്കെ കുറെ ഇഷ്യൂസ് ആയിട്ടിരിക്കുമായിരുന്നു. ചേച്ചി വന്നതിന് ശേഷം അതെല്ലാം മാറി. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെന്റ് ഡേയ്സ് നമ്മൾ ഭയങ്കര റാപ്പുമായിരുന്നു, ഭയങ്കര മെന്റൽ സപ്പോർട്ടായിരുന്നു. രാത്രി അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തുള്ളപ്പോൾ നമുക്ക് പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റും. ബേബി കുറച്ച് കോളിക് ഇഷ്യൂ ഉള്ള ബേബിയാണ്. അതുകൊണ്ട് ചേച്ചിക്ക് നന്നായിട്ട് സൂത്ത് ചെയ്യാനും കാം ചെയ്യാനും അറിയാം ബേബിനെ. അതുകൊണ്ട് ബേബി വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാനും അതുകൊണ്ട് സ്റ്റാഫിന് ഞാൻ ഐ വുഡ് ഗീവ് 10 on 10. എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ, അത്രയും സന്തോഷമായിരുന്നു എനിക്ക് ത്രൂ ഔട്ട് പ്രോസസ്. പിന്നെ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭേദഗുളിയുണ്ട്, ഇലക്കിഴി, പൊടിക്കിഴി, ഫേസ് മസാജ്, ഓയിൽ മസാജ്, ബോഡി മസാജ്, അതെല്ലാം ഓൺ ടൈമിൽ നടന്നു എന്ന് മാത്രമല്ല അതെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ ഓയിൽ കേശിനി എന്നാണ് അതിന്റെ പേര്. അത് ഞാൻ 2 ബോട്ടിലും കൂടി കൂടുതൽ മേടിച്ചു. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് അതെന്റെ ഹെയർ ഫോളിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹെയർ ഗ്രോത്തിനും നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ത്രൂ ഔട്ട് ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കുറച്ചും കൂടി ഒരു റിഫോർമേഷൻ, റിജുവിനേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഡെലിവറിയിൽ ഒരു ടെയിൽ ബോൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് എന്റെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് കൂടി ഇതും കൂടി ആയതുകൊണ്ടാണ് അത് അത്രയും ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് അവിടെ അത്രയും ആ ഒരു ഹോട്ട് സ്പഞ്ച് ഇത് കിട്ടുമ്പോൾ നമുക്ക് അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ എവറി 2 to 3 ഡേയ്സിൽ പാർവതി ഡോക്ടർ വിളിച്ച് ഫോളോ അപ്പ് എടുക്കുമായിരുന്നു. അതും എനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി. കാരണം പലയിടത്തും അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമുക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. എനിക്ക് ബേബിയുടെ ഒരു കൺസേൺ ഉണ്ടായപ്പോൾ തന്നെ ചോദിച്ചപ്പം അവരപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ പ്രോസസ് വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് കുറച്ച് ഫുഡുണ്ട്. അതിന്റെ അകത്ത് ഇലയട ഉണ്ട്. അതാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ 4 മണിയാകുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യും ചേച്ചി ഇലയട ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്കിപ്പോൾ അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആ 21 ഡേയ്സ് വളരെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി ഇഫക്റ്റീവ്. ഞാൻ അതുകൊണ്ട് ആർക്കാണെങ്കിലും അമ്മയും കുഞ്ഞിനെ റെഫർ ചെയ്യും. ഐ വുഡ് സേ ഗോ വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്. പിന്നെ എനിക്ക് ഇത്രയും നല്ല സ്റ്റാഫിനെ അയച്ച ഇത്രയും സപ്പോർട്ടീവ് ആയ ഒരു ടീമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അമ്മയും കുഞ്ഞിന് a lot of thanks.